ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബ് റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ സജഷൻ വഴി നമുക്ക് ലഭിച്ചിരുന്ന വ്യൂസ് ഇത് ഇപ്പോൾ കുറഞ്ഞു വരുന്നു. ഇങ്ങനെ പലരും പറയാറുണ്ട്, എൻ്റെ വീഡിയോയ്ക്ക് നേരത്തെ 500 സജഷൻ അല്ലെങ്കിൽ 1000 സജഷൻ എല്ലാം കിട്ടിയിരുന്നു, ഇപ്പോൾ ഇത് വളരെ കുറഞ്ഞാണ് വരുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ യൂട്യൂബ് റെക്കമെൻഡേഷൻ വഴിയുള്ള വ്യൂസ് കുറയുന്നത്? ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്തതിൽ നിന്നും ആരാണ് വിജയി എന്ന് നോക്കാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് വിജയി. ഇവരുടെ ചാനൽ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ കമ്മ്യൂണിറ്റി പോസ്റ്റിലെല്ലാം കൊടുക്കാം. അപ്പോൾ ഇവരുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഓഡിയൻസ് അവർ മറ്റു പല ചാനലുകളും സബ്സ്ക്രൈബ് ചെയ്തവരായിരിക്കും. അതിനാൽ തന്നെ ചില സമയങ്ങളിൽ അവർ മറ്റു പല ചാനലുകളുമാണ് കാണുന്നത്, അല്ലെങ്കിൽ മറ്റു പല വീഡിയോസിനുമാണ് താല്പര്യം കൂടുതലെങ്കിൽ അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചാനലിൻ്റെ വ്യൂസ് എല്ലാം കുറയുകയും ഇതുവഴി നമ്മുടെ റെക്കമെൻഡേഷനെ ഇത് ബാധിക്കുകയും ചെയ്യും. മറ്റൊരു കാരണം, നമ്മുടെ ഓഡിയൻസ് അവർക്ക് യൂട്യൂബിൽ അധിക സമയം സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവർ സ്പെൻഡ് ചെയ്യുന്നില്ല എങ്കിൽ ഇത് ആ ചാനലിൻ്റെ വ്യൂസ് എല്ലാം കുറയാൻ കാരണമാകും. അതുവഴി ചാനലിൻ്റെ റെക്കമെൻഡേഷൻ എല്ലാം കുറയുകയും ചെയ്യും. മൂന്നാമതായി, നമ്മുടെ ഒരു വീഡിയോ ഇത് പെട്ടെന്ന് വൈറലായി ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എല്ലാം നമുക്ക് ആ വൈറലായ വീഡിയോയിൽ നിന്നും ലഭിച്ചു. എന്നാൽ ഇങ്ങനെ ലഭിച്ച സബ്സ്ക്രൈബേഴ്സ്, ഉദാഹരണത്തിന് 1000 സബ്സ്ക്രൈബേഴ്സ് എല്ലാം നമുക്ക് ആ വൈറലായ വീഡിയോയിൽ നിന്നും കിട്ടിയെന്ന് കരുതുക. ഇവർ ആ വൈറലായ വീഡിയോ കണ്ടാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത്. എന്നാൽ അവർ നമ്മുടെ മറ്റു വീഡിയോസിൽ താല്പര്യപ്പെടണമെന്നില്ല. ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തതിൽ നിന്നും 5% അല്ലെങ്കിൽ 10% വ്യൂവേഴ്സ് എല്ലാം ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ മറ്റു വീഡിയോസിലെല്ലാം താല്പര്യം പ്രകടിപ്പിക്കുന്നത്. അതിനാൽ തന്നെ 90%-നടുത്ത ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എങ്കിലും അവർ നമ്മുടെ വീഡിയോസ് ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ സംഭവിക്കുമ്പോൾ ഇതും നമ്മുടെ യൂട്യൂബ് റെക്കമെൻഡേഷനെ ബാധിക്കും. മറ്റൊരു കാര്യം, നമ്മുടെ വീഡിയോസ് യൂട്യൂബ് റെക്കമെൻഡേഷനിൽ വരാത്തത് നമ്മൾ ഫ്രീക്വൻ്റായി നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തതാണ്. ഫ്രീക്വൻ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പല ചാനലും പല പാറ്റേണിലെല്ലാമാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഫോളോ ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. ഓരോ ചാനലിനും ഓരോ രീതിയിലുള്ള പാറ്റേൺ ആയിരിക്കും. ഉദാഹരണമായി ഒരു ന്യൂസ് ചാനലാണെങ്കിൽ അവർ ഡെയിലി വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്താൽ മാത്രമേ അതിൽ കൂടുതൽ ഓഡിയൻസിനെ എല്ലാം നേടിയെടുക്കാൻ സാധിക്കൂ. കാരണം ന്യൂസ് എപ്പോഴും അപ്ഡേറ്റായി അറിയാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ചില ചാനലുകൾ അവർ ആഴ്ചയിലെല്ലാം ആയിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ചില ചാനലുകൾ മാസത്തിലെല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട്, എന്നാലും അവർക്ക് വ്യൂസ് എല്ലാം ലഭിക്കുന്നു. എന്നാൽ ഇങ്ങനെ വ്യൂസ് ലഭിക്കുന്ന ചാനലിന് അവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവർ ക്വാണ്ടിറ്റിയേക്കാൾ ക്വാളിറ്റിയിലാണ് കൂടുതൽ ശ്രദ്ധ നൽകുന്നത്. അതായത് മാസത്തിൽ ഒരു വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്യുന്നവർക്ക് അവരുടെ വീഡിയോയ്ക്ക് നല്ല വ്യൂസ് എല്ലാം ലഭിക്കണമെങ്കിൽ അവർ അത്രയും നല്ല ഔട്ട്പുട്ട് നൽകിയാലേ അതിന് സാധിക്കൂ. അതിനാൽ തന്നെ അവരുടെ ഓഡിയൻസിന്റെ എക്സ്പെക്റ്റേഷനും കൂടുതലായിരിക്കും. അതിനനുസരിച്ചുള്ള ഔട്ട്കം എല്ലാം നൽകുന്ന ചാനലിന് അവർ മാസത്തിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താലും അവർക്ക് നല്ല ഓഡിയൻസിനെ എല്ലാം നിലനിർത്താൻ സാധിക്കും. അപ്പോൾ ഇവരുടെ വീഡിയോയുടെ വ്യത്യസ്തത തന്നെയാണ് ഇവരുടെ ഓഡിയൻസിനെ നിലനിർത്താൻ സഹായിക്കുന്നത്. നമ്മൾ കൂടുതൽ യൂട്യൂബേഴ്സിൻ്റെ കാര്യമെടുത്താൽ അവർ ആഴ്ചയിൽ ഒരു 2 അല്ലെങ്കിൽ 3 വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അത്തരത്തിൽ അപ്ലോഡ് ചെയ്യുന്നവർ അവരുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൽ കുറവ് വരുത്തുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ ചാനലിൻ്റെ റെക്കമെൻഡേഷനെ എല്ലാം ബാധിക്കും. അടുത്തതായി, യൂട്യൂബ് റെക്കമെൻഡേഷൻ കുറഞ്ഞു പോകുന്നതിന് കാരണമാകുന്ന ഒരു കാര്യമാണ് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ടോപ്പിക് ഇതിൻ്റെ പോപ്പുലാരിറ്റി. ഇത് നല്ല പോപ്പുലറായ കണ്ടന്റ് എല്ലാമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കൂടുതൽ വ്യൂസും അതുപോലെ റെക്കമെൻഡേഷൻ എല്ലാം ലഭിക്കും. എന്നാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോ ഇത് പോപ്പുലർ അല്ല, അല്ലെങ്കിൽ ഇത് ഓഡിയൻസിന് അത്ര താല്പര്യമില്ലാത്ത കണ്ടന്റ് എല്ലാം ആണെങ്കിൽ നമുക്കതിൽ വ്യൂസ് എല്ലാം കുറയുകയും പതുക്കെ നമ്മുടെ യൂട്യൂബ് റെക്കമെൻഡേഷനെയും ഇത് ബാധിക്കും. അതിനാൽ തന്നെ കണ്ടന്റ് സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധയോടുകൂടി നമ്മൾ ഓരോ വീഡിയോസും ചെയ്യുക. നമ്മുടെ ഓഡിയൻസിന് താല്പര്യമുള്ള തരത്തിലുള്ള വീഡിയോസ് എല്ലാം ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അതിനാൽ തന്നെ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോസിൻ്റെ എല്ലാം പെർഫോമൻസ് അതുപോലെ അനലിറ്റിക്സ് എല്ലാം നിങ്ങൾക്ക് YT സ്റ്റുഡിയോയിൽ പോയി ഇതെല്ലാം ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും.
അതിനാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓഡിയൻസിന്റെ ഇൻട്രസ്റ്റ് എന്താണ് എന്ന് മനസ്സിലാക്കാനെല്ലാം ഈ അനലിറ്റിക്സ് വഴി സാധിക്കും. അതുപോലെ ഒരുപാട് യൂട്യൂബേഴ്സ് അവർ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഓഡിയൻസിന്റെ ഇൻട്രസ്റ്റിൽ വരുന്ന ചേഞ്ച്. അതിനാൽ തന്നെ നമ്മൾ പുതിയ ടോപ്പിക്സ് എല്ലാം എക്സ്പെരിമെന്റ് ചെയ്ത് അല്ലെങ്കിൽ പുതിയ ഫോർമാറ്റ് എല്ലാം പരീക്ഷിക്കുന്നത് നമ്മുടെ ചാനലിന് നല്ലതാണ്. നമ്മുടെ നിലവിലുള്ള വ്യൂവേഴ്സിനെ റിട്ടൈൻ ചെയ്യുകയും അതുപോലെ പുതിയ ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യുമ്പോഴുമാണ് ഒരു ചാനൽ വിജയിക്കുന്നത്. അതിനാൽ തന്നെ ചാനലിന്റെ ലോങ് റണ്ണിങ്ങിന് നമ്മൾ പുതിയ എക്സ്പെരിമെന്റ്സ് എല്ലാം ചെയ്യുന്നത് നല്ലതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണാം.